നമസ്കാരം കൂട്ടുകാരെ, പൂമ്പാറ്റകളിലേക്ക് സ്വാഗതം. DSMC നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന മനോഹരമായൊരു പ്രോഗ്രാമാണ് പൂമ്പാറ്റകൾ. എല്ലാ വ്യാഴാഴ്ചയും നിങ്ങളെ കാണുവാൻ ചില കൂട്ടുകാർ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഈ പ്രോഗ്രാമിൽ വരാൻ മറക്കരുതേ. വെൽക്കം ടു ദ പൂമ്പാറ്റകൾ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ കുക്കു കൂടെ ഉണ്ട്. ഹായ് പറഞ്ഞു. ഹായ് ഹായ് ഹായ്. ഓ, നീ അങ്ങോട്ടങ്ങ് ഹായ് പറയാണോ? അതെ, എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഹായ് പറയണ്ടേ? അതെ, പറയണം. ഫ്രണ്ട്സ്, ഇവൻ വളരെ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ഉണ്ടല്ലേ, ഭയങ്കര കോൺഫിഡൻ്റ് എല്ലാ കാര്യങ്ങളിലും. യെസ്, ഐ ആം കോൺഫിഡൻറ്റ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കുക്കു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. അയ്യോ, ഞാൻ പാടത്തില്ല, എനിക്ക് വയ്യ. അതെന്താ പാടാത്തത്? എനിക്ക് നാണോ? അയ്യോ, പാട്ട് പാടുന്നത് എന്തിനാ നാണിക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ല ആൾക്കാരുടെ പാട്ട് പാടുന്നത്. പിന്നെ നീ എവിടാ പാട്ട് പാടുന്നത്? ബാത്റൂമിൽ. ഓ, ബാത്റൂമിലാണോ നീ പാട്ട് പാടുന്നത്? ഫ്രണ്ട്സ്, ഇതാ പാട്ട് പാടാൻ കുക്കുവിന് നല്ലോണം അറിയാമെന്ന് എനിക്കറിയാം. ഇവൻ നല്ലൊരു പാട്ടുകാരനാണ്. പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ പോയി നിന്ന് പാടാൻ ഉള്ള കോൺഫിഡൻസ് ഇല്ല. ചില കൂട്ടുകാരെ ഞാൻ കണ്ടുണ്ട്, പള്ളിയിൽ പാഠം വായിക്കാവോ, ചിലർ അന്നേരം കുനിഞ്ഞിരിക്കും. വായിക്കാൻ നല്ലോണം അറിയാം, പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ല. സോ നിങ്ങൾ അങ്ങനെയുള്ള കൂട്ടുകാരാണോ? ചിലർ ഡാൻസ് ചെയ്യാൻ ബാത്റൂമിൽ ഭയങ്കര ഡാൻസാണ്, പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ചെയ്യാൻ മടിയാണ്, പേടിയാണ്, ഭയമാണ്, തെറ്റിപ്പോകുന്നുള്ള പേടിയാണ്. അങ്ങനെയുള്ള കൂട്ടുകാരോടാണ് ഇന്ന് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അങ്ങനെയുള്ള കൂട്ടുകാരാണോ നിങ്ങൾ? അങ്ങനെയുള്ള കൂട്ടുകാരുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്നെ നോക്കി ഇരിക്കുന്നു കണ്ടില്ലേ? ഇവരെ നോക്കിയിരിപ്പുണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെന്നാണ് ഇവൻ പറയുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സ്പിരിറ്റ് ഓഫ് ഫിയർ എന്നുള്ളത് പല കൂട്ടുകാർക്കും ഉണ്ട്. അങ്ങനെയെങ്കിൽ സ്പിരിറ്റ് ഓഫ് ഫിയറിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ടെക്നിക്ക് ഇതാണ്: സ്പിരിറ്റ് ഓഫ് പവർ എന്നുള്ളതാണ്. ശക്തിയുടെ ആത്മാവ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്. പിന്നെ എന്തിനെ ആത്മാവിനെയാണ്? സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കോൺഫിഡൻസ് എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം. സെർവ് ഗോഡ് വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. സെർവ് ഗോഡ് വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ്. ചില കൂട്ടുകാർക്ക് തെറ്റുമോ മനസ്സിൽ ശങ്കയാണ്. തെറ്റുമോ എന്നുള്ള ചിന്തയാണ് നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം. തെറ്റുമോ എന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട്. ഇവനിങ്ങനെ ആലോചിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഉള്ള കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ലേൺ ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നാണ്. ഓഹോ പറയണ്ട, തെറ്റിക്കോട്ടെ, നമ്മുടെ വഴിയല്ലേ പാടുന്നത്, തെറ്റിക്കോട്ടെ. തെറ്റിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നത്. തെറ്റ് നമ്മളെ തിരുത്താൻ സഹായിക്കുന്നുമുണ്ട്. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്, തെറ്റുകൾ നമ്മളെ തിരുത്താൻ സഹായിക്കുന്നുമുണ്ട്. മിസ്റ്റേക്സ് ആണ് നമ്മളെ ഗ്രോത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ട്സ്, നമ്മുടെ വളർച്ചയിൽ പ്രധാന പങ്ക് തെറ്റുകൾക്കുണ്ട്. അതുകൊണ്ട് തെറ്റിക്കോട്ടെ, തെറ്റ് വന്നോട്ടെ, നമ്മൾ മനസ്സിലാക്കി വീണ്ടും അതിനെ തിരുത്തി ആത്മവിശ്വാസത്തോടെ, കോൺഫിഡൻസോടുകൂടി നമുക്ക് മുന്നേറാം. അങ്ങനെയാണെങ്കിൽ സെർവ് ഗോഡ് വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ്. ആർ യു റെഡി ഫോർ ദാറ്റ്? Yes, I am ready. Yes, he is ready. What about you? കൂട്ടുകാരെ, തവളകളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? തവള എങ്ങനെ ഇഷ്ടമാണോ? അല്ലേ? തവളകൾ കരയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തവളയെ തൊട്ട് നോക്കാറുണ്ടോ? ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ തവളകളെ കഴിക്കാറുണ്ട്. നമ്മളൊന്നും കഴിക്കത്തില്ലായിരിക്കും, നിങ്ങൾ കഴിക്കത്തില്ലായിരിക്കും, അല്ല ഞാനും കഴിക്കത്തില്ല. സോ തവളകളെ കഴിക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. സോ അങ്ങനെയുള്ള ഒരു ഫ്രോഗ് ക്ലാപ്പാണ് നമ്മളിന്ന് പഠിക്കുന്നത്. 1 2 3 4 5. സോ ഇത് നമുക്കറിയാം, കൊച്ചു കൂട്ടുകാർക്ക് വരെ അറിയാം. ഈ കോക്ക എന്നുള്ളതാണ് തവളകൾ ഉണ്ടാക്കുന്ന ശബ്ദം. ഒന്നുണ്ടാക്കിക്കേ. എന്നാ ശബ്ദം? കോക്ക. യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു 3 കോക്ക വെച്ച് കോക്ക വെച്ചു. റെഡി? 1 2 3 സ്റ്റാർട്ട്. കോക്ക. റെഡി? സോ ഇങ്ങനെയാണ് ഫ്രോഗ് ക്ലാപ്പ് സ്റ്റാർട്ട് എന്ന് പറയുമ്പം ആദ്യം 1 കോക്ക, മനസ്സിലായോ? പിന്നെ വിത്ത് 2 ക്ലാപ്സ്
1 2 കൊക്ക 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 കൊക്ക. കിട്ടിയോ? ദെൻ 3 1 2 3 കൊക്ക 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 കൊക്ക. കിട്ടിയില്ലേ? ദെൻ വിൽ ഡു വിത്ത് 4 claps. 1 2 3 4 കൊക്ക 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 കൊക്ക. 4. ഇനി 5 ക്ലാപ്പ് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. 2 3 4 5 കൊക്ക 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 കൊക്ക. റൈറ്റ് ഫ്രണ്ട്സ്, അങ്ങനെ കൊക്ക ക്ലാപ്പ് നിങ്ങൾ കളിക്കണേ, മറന്നു പോകരുത്. 4 ക്ലാപ്പ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങിക്കോണം. നിങ്ങൾ തന്നെ ചെയ്യുന്നു, ഞാൻ കൈ മാത്രം കാണിക്കും. റെഡി? 1 2 3 സ്റ്റാർട്ട്. 2 വെരി ഗുഡ്. 3 വെരി ഗുഡ്. 4 വെരി ഗുഡ്. ഇനി 5 എക്സാക്ട്ലി. വെരി ഗുഡ്. ഫ്രണ്ട്സ്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാപ്പ് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ 3 ചെറിയ ചെറിയ തുണി കഷ്ണങ്ങളുണ്ട്. ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഗ്രീനാണ്, പിന്നെ യെല്ലോ ആൻഡ് ഓൾസോ ദ റെഡ്. ഓക്കെ, 3 കളറുണ്ട്. സോ ഇത് ജീവിതത്തെ നന്മയുള്ള വർണ്ണാഭമായി തീർക്കാൻ ഇത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, പലതായിട്ടിരുന്നാൽ പറ്റത്തില്ല. എന്നാൽ ഒരുമയോടെ നിന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്നാൽ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഒത്തൊരുമിച്ച് ചെയ്താൽ, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഒരുമിച്ച് നിന്നാൽ ജീവിതത്തെ വർണ്ണാഭമാക്കാൻ പറ്റും. നമുക്കിവയെ ഒന്ന് ഒരുമിച്ച് നിർത്തിയാലോ? ആദ്യം നമുക്ക് ഈ ഗ്രീൻ തുണിയെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റാം. ഇങ്ങനെ അങ്ങോട്ട് കയറി 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 ഇതിനുള്ളിലോട്ട് പോന്നു. ആദ്യം ഗ്രീൻ തുണി അകത്തോട്ട് പോയി. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. യെല്ലോ തുണിയെ അകത്തോട്ട് കയറ്റാം. തനിയെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ അപ്പയും അമ്മയും നമ്മുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വീട്ടിൽ എത്ര ചന്തം ഉണ്ടാകുന്നത്. ചില കൂട്ടുകാർ തനിയെ നിൽക്കാൻ താല്പര്യം, ആരോടും കൂട്ടുകൂടാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള കൂട്ടുകാരും ഉണ്ട്. ഈ റെഡ് തുണിയെ നമുക്ക് ഉള്ളിലോട്ട് കയറ്റി തനിയെ നിന്ന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. ചില എക്സ്പീരിയൻസിലുള്ള ആൾക്കാർ അതിനെ മനസ്സിലാക്കി പറയുന്നവരും ഉണ്ടാകാം. അങ്ങനെയൊക്കെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ തനിയെ നിന്നാൽ നേടാൻ സാധിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ ഒരുമിച്ച് നിന്നാൽ നേടിയെടുക്കാം. ചില കൂട്ടുകാർ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ചെയ്ത് ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് ചിലത് നേടാം, ജീവിതത്തെ വർണ്ണാഭമാക്കാം. പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ജീവിതത്തെ വർണ്ണാഭമാക്കുവാൻ ഒരുമിച്ച് നിന്നേ പറ്റൂ. അങ്ങനെയെങ്കിൽ നമുക്ക് കൂട്ടുകാരെ ഒരുമിച്ച് നിൽക്കാം, ജീവിതത്തെ വർണ്ണാഭമാക്കാം. BSMC തീർച്ചയായിട്ടും നിങ്ങളെ ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് വരാൻ മറക്കരുത്. അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.